പഞ്ചായത്ത് ഇലക്ഷൻ ഇങ്ങ് അടുത്തെത്തി. അപ്പോൾ എഡിറ്റിംഗ് ഒന്നും അറിയണമെന്നില്ല. നിങ്ങളുടെയും സ്ഥാനാർത്ഥിയുടെയും ഫോട്ടോ ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള മനോഹരമായ പോസ്റ്ററുകൾ സൗജന്യമായിട്ട് നിർമ്മിക്കാനും, ഇനി നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും വിവരങ്ങളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി പ്രൊഫഷണൽ ആയിട്ടുള്ള പോസ്റ്റർ നിർമ്മിക്കാനും സാധിക്കുന്ന രണ്ട് ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തേത് വെബ്സൈറ്റും രണ്ടാമത്തേത് ആപ്ലിക്കേഷനുമാണ്. വെബ്സൈറ്റ് നമുക്ക് പൂർണ്ണമായിട്ട് സൗജന്യമാണ്. പിന്നെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കരുത്. കാരണം വെബ്സൈറ്റിൽ വളരെ ചുരുങ്ങിയ പോസ്റ്റർ മാത്രമേ ഉള്ളൂ. എങ്കിലും അത് നമുക്ക് തികച്ചും സൗജന്യമാണ്. ഇനി ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ട് സൗജന്യമല്ല, എങ്കിലും ഇതിൽ കുറെ സൗജന്യ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ആപ്ലിക്കേഷനിലെ എല്ലാ പോസ്റ്ററുകളും ഒക്കെ അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ 99 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ വളരെ അത്യാവശ്യമുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക, അല്ലാത്തവർ പരമാവധി ഫ്രീ മാത്രം ഉപയോഗിക്കുക. ഈ ആപ്ലിക്കേഷൻ ഞാൻ യാതൊരു തരത്തിലും റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഇത് പർച്ചേസ് ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ വെബ്സൈറ്റ് സന്ദർശിക്കാനും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുമായിട്ടുള്ള ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ ആദ്യം നിങ്ങൾക്ക് സൈറ്റ് ലിങ്ക് എന്ന് കാണാം. സൈറ്റ് ലിങ്കിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു വെബ്സൈറ്റ് ഓൺ ആകും. ചിലർക്ക് ഒരു പോപ്പപ്പ് ആഡ് ഉണ്ടാവും, ആ പരസ്യം കണ്ടാൽ ഇത് ഓൺ ആയിക്കോളും കേട്ടോ. ഇനി ഈ സൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിത്രത്തിൽ പിടിച്ച് സ്ക്രോൾ ചെയ്യരുത്. ഇതുപോലെ പുറത്തുള്ള ഫ്രെയിമിലേക്ക് പിടിച്ചിട്ട്, അതായത് ചിത്രമില്ലാത്ത ഏരിയയിൽ പിടിച്ച് സ്ക്രോൾ ചെയ്താലേ ഇത് സ്ക്രോൾ ആവുകയുള്ളൂ. ചിത്രത്തിൽ പിടിച്ചാൽ സ്ക്രോൾ ആവില്ല. ഇനി നമുക്ക് ആദ്യം തന്നെ CPM-ൻ്റെ പോസ്റ്ററാണ് ഉണ്ടാകുക. നമുക്കിവിടെ ലീഗ്, കോൺഗ്രസ്, അതുപോലെ തന്നെ BJP എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഏതാണ് പോസ്റ്റർ വേണ്ടത് അത് തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ CPM-ൻ്റെ തന്നെ കാണിച്ചു തരാം. ഇനി നമുക്കിവിടെ ഫോട്ടോ ചൂസ് ചെയ്യേണ്ട രണ്ട് ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തേത് നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് നമ്മുടെ ഫോട്ടോ ഇതുപോലെ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് രണ്ട് വിരൽ കൊണ്ട് ഫോട്ടോ ഇതുപോലെ ഫ്രെയിമിൽ കറക്റ്റായിട്ട് വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതും ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കറക്റ്റായിട്ട് വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഫോട്ടോയുടെ ഫ്രെയിം നമുക്ക് വളരെ കൃത്യമാകുന്നില്ലെങ്കിൽ അതൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കണം. ഇനി നിലവിൽ സെലക്ട് ചെയ്ത ഫ്രെയിം ഇതുപോലെ നമുക്ക് താഴെ നിന്ന് മാറ്റി അതിനനുസരിച്ച് നമ്മുടെ ഫോട്ടോ രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വേണ്ട ഫ്രെയിം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഫോട്ടോയിൽ പിടിച്ച് സ്ക്രോൾ ചെയ്യരുത്. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഡൗൺലോഡ് ബട്ടൺ കാണാം. ജസ്റ്റ് ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ എഡിറ്റ് ചെയ്ത ഫ്രെയിം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്തെടുത്തതെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ Gmail ID ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മലയാളം തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടും. അതിൻ്റെ വലതുഭാഗത്ത് ഇലക്ഷൻ 2025 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇലക്ഷൻ സംബന്ധമായ നിരവധി പോസ്റ്ററുകൾ ഇതിലുണ്ടെങ്കിലും ഇതൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെയും അതുപോലെ തന്നെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. എങ്കിലും ഇതിനകത്ത് 1-2 പോസ്റ്ററുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള പോസ്റ്ററിന് പ്ലസ് ബട്ടൺ ആണ് ഉണ്ടാകുക. ഇതിവിടെ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു പോസ്റ്റർ കാണാം. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ, കാര്യങ്ങൾ, പേരുകൾ എല്ലാം തന്നെ എഡിറ്റ് ചെയ്ത് നമ്മുടേതായ ഇഷ്ടത്തിന് അത് മാറ്റാൻ സാധിക്കുന്നതാണ്. ഞാനിതിപ്പോൾ കോൺഗ്രസിൻ്റെയാണ് കാണിച്ചത്. നിങ്ങൾക്ക് ലോഗോയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് മറ്റുള്ള പാർട്ടിയുടേതാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ CPM-ൻ്റെതും ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് ഇതിനകത്ത്. ആ പോസ്റ്റർ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് നമ്മൾ മറ്റുള്ള പോസ്റ്ററുകൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 99 രൂപയ്ക്ക് ഒരാഴ്ചത്തേക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറയും. അങ്ങനെ 99 രൂപ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം നിങ്ങളിത് പർച്ചേസ് ചെയ്താൽ മതി. അങ്ങനെയും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ആപ്ലിക്കേഷന് ചില പ്രശ്നങ്ങളുണ്ട്. ചില മൊബൈൽ ഫോണിൽ ലോഡാകുന്നില്ല, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ക്രാഷ് ആകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പഞ്ചായത്ത് ഇലക്ഷൻ്റെ പോസ്റ്ററുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.